നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്പർ കൺവേർഷൻ നോക്കാം. നമ്പർ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള പകുതി തൊട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 1.6 നമ്പർ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 4 നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഡെസിമൽ, ബൈനറി, പിന്നെ ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഇവരെ തമ്മിൽ കൺവേർട്ട് ചെയ്യാനുള്ള എങ്ങനെ ഒരു നമ്പർ ഡെസിമലിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ബൈനറിയിൽ കൺവേർട്ട് ചെയ്യാം, ബൈനറിയിൽ കിട്ടാൻ ഡെസിമലിൽ കൺവേർട്ട് ചെയ്യാം, പിന്നെ നേരെ എല്ലാ ബാക്കി കാര്യങ്ങൾ, അതായത് ഡെസിമലിൽ കിട്ടി അങ്ങനെ ഒക്ടലാക്കാം, ഒക്ടലിൽ കിട്ടി അങ്ങനെ ബൈനറി ആക്കാം, അല്ല ഡെസിമലാക്കാം. അപ്പോൾ ഇതെല്ലാം കൺവേർഷൻസ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നോക്കാം. ഡെസിമൽ ടു ബൈനറി കൺവേർഷനകത്ത് നമുക്ക് ഒരു നമ്പർ തരുന്നു. ഇപ്പോൾ 25 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. 25 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് ബൈനറി ആക്കി മാറ്റണം, അല്ലെ? ഡെസിമൽ ടു ബൈനറി ആണ്. ഇപ്പോൾ 25 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് ബൈനറി ആക്കണം. അപ്പോൾ അതിന് നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ ആണ് ചെയ്യുന്നത്. 25നെ 2 വെച്ച്, കാരണം എന്തുകൊണ്ടാണ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്? കാരണം നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്തിലോട്ടാണ്? കൺവേർട്ട് ചെയ്യേണ്ടത് ബൈനറിയിലോട്ടാണ് ചെയ്യേണ്ടത്. ബൈനറി എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് 2 ആണ്. അതുകൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 12 ആണ് കിട്ടിയത്. റിമൈൻഡർ 1. പിന്നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 6 കിട്ടി. റിമൈൻഡർ 0. പിന്നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. റിമൈൻഡർ 3. അപ്പൊ അങ്ങനെ റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്തിട്ട് അതിന്റെ റിമൈൻഡേഴ്സ് പുറകിൽ നിന്ന് മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബൈനറി നമ്പർ കിട്ടും. ഇപ്പൊ 25 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 11001 എന്ന് പറയുന്നതാണ് 25ന്റെ ബൈനറി. ഇവിടെ വേറെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ നമുക്ക് ഞാൻ ഇവിടെ കൺവേർട്ട് ബേസ് 10 എന്ന് വേണേൽ എഴുതാം. ടു ബൈനറി നമ്പറാക്കി മാറ്റണം, അതായത് ബേസ് 2 നമ്പറാക്കി മാറ്റണം. അപ്പോൾ അതിന് 256 നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യണം. റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യുക. 256 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഇത് 2 1s are 2, 2 2s are 4, റിമൈൻഡർ ഇപ്പോൾ 1. അപ്പോൾ 8 2s are 16. ഇവിടെ എന്താണ്? 0 ആണ് റിമൈൻഡർ. പിന്നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 6 4 റിമൈൻഡർ 0. പിന്നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 3 2 റിമൈൻഡർ 0. 2 16 1 6 റിമൈൻഡർ 0. 2 8 റിമൈൻഡർ 0. 2 4 റിമൈൻഡർ 0. പിന്നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 റിമൈൻഡർ 0. 2 1 റിമൈൻഡർ 0. 0 ആവുന്ന വരെ ചെയ്യണം. 2 0s are 0, റിമൈൻഡർ 1. അപ്പോൾ എന്താണ് 256 ടു ദി ബേസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1. ഈ സാധനം പുറകിൽ നിന്ന് മുമ്പോട്ട്, അല്ലേ? ഇങ്ങോട്ട് ആരോ മാർക്ക് മുകളിലോട്ടാണ് കേട്ടോ. 1 2 3 4 5 6 7 8 8 പോയിട്ടുണ്ട്. 1 2 4 5 6 7 8 ടു ദി ബേസ് 2 ആണ്. 256 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 followed by 8 zeros ടു ദി ബേസ് 2. പിന്നെ നമുക്ക് ഏത് നമ്പറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം? ഫോർ എക്സാമ്പിൾ നമുക്ക് ഞാൻ ആദ്യം എക്സാമ്പിൾ പോകുന്നില്ല. എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ നിങ്ങൾക്ക് ഈ ഇത് ചെയ്യാനുള്ള എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് തരാം, എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇനി ഇതേ സാധനം ഡെസിമൽ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ ബൈനറി ആക്കണം. ഫ്രാക്ഷൻ നമ്പർ ആവാമല്ലോ. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ നമ്പർ ആവാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിനെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ കണ്ടില്ല, 0.75 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് ബൈനറി ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 1.5 കിട്ടി. എന്നിട്ട് നമ്മൾ ആ 0.5നെ താഴെ എഴുതുന്നു.
അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.0 ആണ്. 0.5 into 1 ആണ്. 1.0 എന്ന് എഴുതുക. ഡെസിമൽ പ്ലേസിന് ശേഷമുള്ള സാധനം താഴോട്ട് പകർത്തി എഴുതുക. ഡെസിമൽ പ്ലേസിന് ശേഷമുള്ള സാധനം. ഡെസിമൽ പ്ലേസിന് മുമ്പുള്ള ഈ സംഭവം ഇവിടെ എഴുതുക. ഡെസിമൽ പ്ലേസിന് ശേഷമുള്ള സാധനം താഴെ ഇവിടെ ആയിട്ട് എഴുതുക. എന്നിട്ട് അതിന് മുമ്പത്തെ ഈ 1 എന്ന് പറയുന്നത് ഇവിടെ എഴുതുക. അപ്പോൾ 0 വരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് എന്താ നമുക്ക് കിട്ടുന്നത്? ഈ സാധനം മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഹോൾ നമ്പർ ആണെങ്കിൽ, അതായത് 75 പോലത്തെ നമ്പർ ആണെങ്കിൽ താഴെ മുകളിലോട്ടാണ് ഈ റിമൈൻഡർ എഴുതുന്നത്. ഇവിടെ റിമൈൻഡർ അല്ല, മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് കിട്ടുന്ന ഫ്രാക്ഷന് മുമ്പുള്ള പാർട്ട് 0.11 എന്ന് നമ്മൾ ഡെസിമൽ പ്ലേസ്. അപ്പോൾ 0.75 to the base 10 എന്താണ്? 0.11 to the base 2 ആണ്. ഇനി നമുക്ക് ഇതേ സാധനം ഞാനൊരു എക്സാമ്പിൾ ചെയ്യാം. നമുക്കൊരു നമ്പർ കിട്ടുന്നു 0.96 ബൈനറി നമ്പറാണ്. 0.96 എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി, ഒരു ഡെസിമൽ നമ്പറാണ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? നമുക്ക് ബൈനറി ആക്കി മാറ്റാം. ബൈനറി എന്ന് പറഞ്ഞാൽ ബേസ് 2. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ 0.96നെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു? 0.96 അല്ലേ? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 0.96 into 2 എത്രയാണ്? 6 2s are 12 അല്ലേ? 8 2s are 18. 1.92 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സാധനം ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് ഇതിൻ്റെ 1 ഇവിടെ എഴുതുന്നു. 1.92ന്റെ 1 ഇവിടെ എഴുതുന്നു. 0.92 ഇവിടെ എഴുതുന്നു. ഇതേ മൾട്ടിപ്ലിക്കേഷൻ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 418 അല്ലേ? 1.8. അപ്പോൾ വീണ്ടും നമ്മൾ 1 ഇവിടെ എഴുതുന്നു. പിന്നെ 0.84 എന്ന് എഴുതിയാൽ മതി. ഇവിടെ എഴുതുന്നു. എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 16 അല്ലേ? 6 1 ഇവിടെ എഴുതുന്നു. എന്നിട്ട് വീണ്ടും ഇതേ സാധനം ചെയ്യുന്നു. 1 ഇവിടെ എഴുതുന്നു. എന്നിട്ട് 0.68 ഇവിടെ എഴുതുന്നു. വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻറ്റു 2. അപ്പോൾ 16 13 അല്ലേ? 1.36. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് തന്നെ കിട്ടും. 1 ഇവിടെ എഴുതുന്നു. 0.36 ഇവിടെ ഇടുന്നു. ഇൻറ്റു 2. 0.72 ആണ്. 36നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.72 ആണ്. അപ്പോൾ എന്താണ്? 0 ആണ് കിട്ടിയത് അല്ലേ? 0 എന്ന് പറയുമ്പോൾ നമ്മൾ 0 ഇവിടെ എഴുതുന്നു. 0.72 ഇവിടെ എഴുതുന്നു. എന്നിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താ കിട്ടുക? 414 അല്ലേ? 1 point. വീണ്ടും ഇത് തന്നെ ചെയ്യുന്നു. അതായത് 1 ഇവിടെ എഴുതുന്നു. 0.44 ഇവിടെ എഴുതുന്നു. അതിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എന്താ കിട്ടുക? 0.88. 0.88. അപ്പോൾ അവിടെ 0. അപ്പം നമ്മൾ ഇത് ഡെസിമൽ പോയിന്റുള്ള നമ്പർ ആണെങ്കിൽ അത് ഇൻഡെഫിനിറ്റ്ലി കണ്ടിന്യൂ ചെയ്യാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിവിടെ വെച്ച് നമുക്ക് നമ്മളിപ്പോൾ നിങ്ങൾക്ക് 75 പൈസ എന്ന് പറയുമ്പോൾ 0.75 റുപ്പീസിന് എഴുതും അല്ലേ? 0.75 റുപ്പീസ് ഒരാൾ തിരിച്ചു തരാനുണ്ടെങ്കിലും 0.7532 റുപ്പീസ് തിരിച്ചു തരാനുണ്ടെങ്കിലും നിങ്ങൾ 0.75 തന്നെ വാങ്ങിക്കുക. അപ്പം ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് നിങ്ങൾക്കിത് ഈ സാധനം ഞാനിത് എഴുതിയപ്പോൾ കുറച്ച് ഇത് അരമാർക്ക് മുകളിൽ നിന്ന് താഴോട്ടാണ് കേട്ടോ. അരമാർക്ക് മുകളിൽ നിന്ന് താഴോട്ട്. എന്താ കിട്ടുക? ഈ സാധനം 0.111101 ടു ദി ബേസ് 2 ആണ് ഇതിൻ്റെ ബൈനറി നമ്പർ അല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് നമ്പേഴ്സിനെ
കൺവേർട്ട് ചെയ്യാം. അതായത് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നമ്പർ ഫ്രാക്ഷനും ഹോൾ പാർട്ടും കൂടിയുള്ള നമ്പർ ആണെങ്കിലോ, ഇപ്പോൾ 23.6 എന്നാണ് കിട്ടുന്നതെങ്കിലോ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 23ഉം 0.6ഉം ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഈ നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 23 + 0.6 അല്ലേ, പ്ലസ് 0.6 എന്ന് എഴുതാം. 23നെ കൺവേർട്ട് ചെയ്യുക, 0.6നെ സെപ്പറേറ്റ് കൺവേർട്ട് ചെയ്യുക. 23നെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, 23 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിനെ 2 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 0.6നെയാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1 റിമൈൻഡർ 1 2 5 ആണ്. 5 റിമൈൻഡർ 1 4 റിമൈൻഡർ 1 2 0 അല്ല, 2 1s are 2 അല്ലേ, 1s are 2 റിമൈൻഡർ 0 2 0s are 0 റിമൈൻഡർ 1. അപ്പോൾ എന്താണ് 23 കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 to the base 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേന്ന് മുകളിലോട്ട്, ഇത് താഴേന്ന് മുകളിലോട്ടാണ് കേട്ടോ. 10111 to the base 2. അപ്പോൾ 0.6ഓ, 0.6നെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ 0.6 into 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0.6 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ആണ്. 1 ഇവിടെ എഴുതുന്നു, എന്നിട്ട് 0.2 ഇവിടെ എഴുതുന്നു, 0.2നെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 0.4 കിട്ടുന്നു. അപ്പം അതിലെ 0 ഇവിടെ ഇടുന്നു, എന്നിട്ട് 0.4 ഇവിടെ ഇടുന്നു, വീണ്ടും അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അപ്പോൾ 0.8 കിട്ടി. എന്നിട്ട് അതിലെ 0 ഇവിടെ ഇടുന്നു, 0.8 ഇവിടെ ഇടുന്നു, അതിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1.6 കിട്ടി. 1.6 വീണ്ടും അതിൻ്റെ 1 ഇവിടെ ഇടുന്നു, 0.6 ഇവിടെ ഇടുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1.2 കിട്ടി. 1.2 കിട്ടുമ്പോൾ 1 ഇവിടെ ഇടുന്നു, 0.2 ഇവിടെ ഇടുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഡെസിമൽ പോയിന്റ് മുഴുവൻ ഡിവൈഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അത് തീരൂല. അപ്പം നമ്മളിവിടെ എന്ത് എഴുതുന്നു, 0.6 to the base 10 എന്താണ് ഈക്വൽ ടു 0.1011 to the base 2 അല്ലേ. ഇത് മുകളിൽ നിന്ന് താഴോട്ടാണ് കേട്ടോ, ഇത് നോക്കേണ്ടത് മുകളിൽ നിന്ന് താഴോട്ടാണ്, അതേസമയം ഇവിടെ നോക്കുന്ന സമയത്ത് താഴെ നിന്ന് മുകളിലോട്ടാണ്. അപ്പോൾ 23.6 എത്രയാണ്, 23.6 to the base 10 എത്രയാണ്, രണ്ടും കൂടി കൂട്ടി എഴുതുക. 10111.1011 to the base 2. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ കൺവേർട്ട് ചെയ്യുന്നത്. ബൈനറിയിൽ നിന്ന്, അതായത് ഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഇതുവരെ കണ്ടത് ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കുന്നതാണ്. ഇപ്പോൾ ഡെസിമൽ ഹോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ബൈനറി ആക്കാൻ റിപ്പീറ്റഡ് ഡിവിഷൻ, പിന്നെ താഴെ നിന്ന് മുകളിലോട്ട് റിമൈൻഡർ എഴുതുക. അതേസമയം ഫ്രാക്ഷൻ ആണെങ്കിലോ, ഡെസിമൽ ഫ്രാക്ഷൻ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ നമ്പറിനെ 2 വെച്ച് റിപ്പീറ്റഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ അല്ല, ഡെസിമൽ പോയിന്റ് മുമ്പുള്ള ഭാഗം ഇവിടെ എഴുതിയിട്ടുള്ളത് മുകളിൽ നിന്ന് താഴോട്ട് എഴുതുക. അപ്പം അങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പം ഇവിടെ ഡെസിമലിൽ നിന്ന് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. അപ്പം അത് നോക്കാം. ഡെസിമൽ നമ്പറിനെ ഒക്ടലാക്കുന്ന സമയത്ത് ഇപ്പം നമുക്കൊരു നമ്പർ കിട്ടുന്നത്, ഡെസിമൽ നമ്പർ 26 ആയിക്കോട്ടെ. 26 to the base 10നെ നമുക്ക് ഒക്ടൽ നമ്പറാക്കി മാറ്റണം. ഡാഷ് ടു ദി ബേസ്
8 ആക്കി മാറ്റണം. എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, 26 convert 26 to the base 10 to octal എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ നേരത്തെ റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യുന്നത് 2 വെച്ചിട്ടല്ലേ ബൈനറി ആക്കുന്ന സമയത്ത്. ഇത് 26നെ നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ 8 വെച്ച് ചെയ്യാം. 8 3s are 24. റിമൈൻഡർ എത്രയാണ്? 2. 8 zeros are 0, റിമൈൻഡർ 3. എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് എഴുതുക അല്ലേ, നമ്പർ എഴുതുക. അപ്പോൾ 3 2 to the base 8 ആണ്. അപ്പോൾ അതാണ് 32 ആണ് ഇതിൻ്റെ ആൻസർ. 26 to the base 10ൻ്റെ ഒക്ടല് 32 to the base 8 ആണ്. കുറച്ചും കൂടി വലിയ നമ്പർ തന്നാലോ? അപ്പോൾ ഞാനൊരു നമ്പർ, വേറെ നമ്പർ, അപ്പം 596 to the base 10 അതിനെ കൺവേർട്ട് ചെയ്യണം, ഒക്ടലാക്കി മാറ്റണം. അതായത് ബേസ് 8 നമ്പറാക്കി മാറ്റണം. 596 എഴുതുന്നു, 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. 596 ആണ് കേട്ടോ. അപ്പം 8 7s are 56 അല്ലേ. 56 3 കൂടി പോകണം അല്ലേ. അപ്പോൾ 8 4s are 32 അല്ലേ. 432 റിമൈൻഡർ 4 അല്ലേ. പിന്നെ 8 9s are 72 അല്ലേ. 72 2 അല്ലേ. 8 1s are 8, റിമൈൻഡർ 1. 8 zeros are 0, റിമൈൻഡർ 1. 0 വരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നു. എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ഈ സാധനം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എന്താ കിട്ടുക? 1124 1124 to the base 8 ആണ്. 596 to the base 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1124 to the base 8. ഫ്രാക്ഷൻ്റെ ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടില്ല. ഫ്രാക്ഷൻ കൺവേർട്ട് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. തൽക്കാലം നിങ്ങൾക്ക് തരാത്തതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആണ്. അതായത് ഇവിടെ കണ്ടില്ല, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക. ഞാൻ ചെയ്ത എക്സാമ്പിളും ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിളും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. 125നെ നമ്മൾ 8 കൊണ്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യുന്നു. ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ, ഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിൽ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8. റിമൈൻഡർ താഴെ നിന്ന് മുകളിലോട്ട്, അത് മാറുന്നില്ല, രണ്ടിലും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഡെസിമലിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യാൻ നോക്കാം. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഇനി ടെക്സ്റ്റിലെ പോലെ നമ്മൾ ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമൽ, ഒരു നമ്പർ ഡെസിമൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഹെക്സാഡെസിമൽ ആക്കാൻ നമുക്ക് നോക്കാം. ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമൽ ആക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 16. കാരണം എന്താ, ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 അല്ലേ. അപ്പം 16 കൊണ്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യാം. ഇപ്പോൾ 155 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. അപ്പോൾ അതിനെ നമുക്ക് ഹെക്സാഡെസിമൽ ആക്കണമെങ്കിൽ കണ്ടില്ല, ഫൈൻഡ് ദി ഹെക്സാഡെസിമൽ ഈക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 155. നമ്മൾ എന്ത് 155 എഴുതുന്നു. അതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 into 9 എത്രയാണ്? അപ്പം എനിക്കും പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടിയെന്ന് വരില്ല. ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ എഴുതുന്നു അല്ലേ. 16 into 9 144 അല്ലേ. 144 എന്ന് പറയുമ്പോൾ 144 നിന്ന് എത്രയും കൂടിയും പോയാൽ 16 into 9 144. അതിൻ്റെ കൂടെ 11 കൂടിയും പോയാൽ 155. 11 റിമൈൻഡർ അല്ലേ. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആണ്? ബി ആണ്. 10 എ ആണ്, 11 ബി ആണ്. അപ്പോൾ ബി എഴുതുന്നു. പിന്നെ 9, 16നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. അപ്പോൾ റിമൈൻഡർ 9 അല്ലേ. നമ്മൾ 9ൽ എത്തിക്കാൻ 16നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടുക. അത് 9ൽ കൂടുതലായിരിക്കും. അപ്പം അതിലും കുറവുള്ള 0 ആണ്. അപ്പോൾ റിമൈൻഡർ 9. അപ്പം 9B എന്നാണ് നമ്പർ. 9B അല്ലെ. താഴെ നിന്ന് മുകളിലോട്ട് എഴുതുമ്പോൾ 9, പിന്നെ അതിൻ്റെ മുകളിലത്തെ നമ്പർ 11 ആണ്. 11ൻ്റെ ഹെക്സാഡെസിമൽ ഈക്വലൻ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 9B എന്ന് എഴുതുന്നത്. നമുക്കിതുപോലെ ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്ത് നോക്കാം.
ഞാൻ വേറെ നമ്പർ തരാം. ഡെസിമൽ നമ്പർ 963 ആയിക്കോട്ടെ. 963 എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പറിനെ നമുക്ക് ബൈനറി ആക്കണം. എന്ത് ചെയ്യണം? നമ്മൾ 963നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 16 കൊണ്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 96 കിട്ടുന്നു. ജസ്റ്റ് ഒന്ന് 16നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും തോന്നുന്നു. അല്ല, 16 × 6 എത്രയാണ്? 96. ഓക്കെ, കറക്റ്റ്. അപ്പോൾ 6 എഴുതി അല്ലേ. എന്നിട്ട് ഇവിടെ 3 കിട്ടാൻ 16നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്നു. അപ്പോൾ റിമൈൻഡർ 3 അല്ലേ. പിന്നെ 16 മൾട്ടിപ്ലൈഡ് ബൈ 3 ആയിരിക്കും. 16 × 3 48 ആണ്. 48-ന്ന് 60 എത്തണമെങ്കിൽ 12 കൂടി പോകണം അല്ലേ. 12 എന്ന് പറയുമ്പോൾ 12ന്റെ ഹെക്സാഡെസിമലാണ് എഴുതേണ്ടത്. ഹെക്സാഡെസിമൽ 10, 11, 12. അപ്പോൾ C ആണ് അല്ലേ. 10ന്റെ ഹെക്സാഡെസിമൽ A, 11ന്റെ ഹെക്സാഡെസിമൽ B, 12ന്റെ ഹെക്സാഡെസിമൽ C. അതിൽ കൺഫ്യൂഷൻ ഇല്ല. പിന്നെ നമ്മൾ വീണ്ടും എഴുതുന്നു 16 × 0 തന്നെയാണ്. അപ്പോൾ റിമൈൻഡർ 3 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ 963ന്റെ ഹെക്സാഡെസിമൽ എത്രയാണ്? 3C3. എന്താണ്? ബേസ് 16 ആണ് നമ്പർ. അപ്പം ഇങ്ങനെ നമുക്ക് ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റിലെ എക്സാമ്പിൾ നോക്കുക. ടെക്സ്റ്റ് എപ്പോഴും ടെക്സ്റ്റിനകത്തുള്ള എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഞാൻ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ നോക്കുക. എന്നിട്ട് ഇതിനകത്ത് പുറകിലുള്ള എക്സസൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും മനസ്സിലാവില്ല അല്ലേ. നമ്മൾ ഇത് എഴുതുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുതിയിരിക്കുന്നത്, മുകളിൽ നിന്ന് താഴോട്ടല്ല. റിമൈൻഡർ കിട്ടുന്നത് താഴെ നിന്ന് മുകളിലോട്ട് വേണം നമുക്ക് നമ്പർ കൺവേർഷനിൽ എഴുതാൻ. അപ്പം അങ്ങനെയാണ് 3C3 ഇവിടെ കിട്ടിയത്. പിന്നെ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഏത് ഡെസിമൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അതിനെ ബൈനറിയും ഒക്ടലും ഹെക്സാഡെസിമലും ആക്കാനാണ് പഠിച്ചത്. ഒരു ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡെസിമൽ ആക്കാൻ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് വളരെ അറിയാം. നമ്പർ 11011 ടു ദി ബേസ് 2 കിട്ടിക്കഴിഞ്ഞാൽ ഓരോ നമ്പറിനെ അതിൻ്റെ ബേസിൻ്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ നമ്പർ ആദ്യത്തെ ഈ 1ന്റെ പവർ എത്രയാണ്? 2⁻0 ആണ്. അപ്പം ഈ 1നെ നമ്മൾ 2⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കി, ഈ കള്ളി ഒന്ന് നോക്കിയത് 11011 എഴുതി. എന്നിട്ട് ഓരോന്നിൻ്റെ പവർ എത്രയാണ്? 1ന്റെ പവർ 2⁻0 അല്ലേ. ഈ 1ന്റെ പവർ 2⁻1, ഈ 0യുടെ പവർ 2⁻2, ഈ 1ന്റെ പവർ 2⁻3, ഈ 1ന്റെ പവർ 2⁻4. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 1നെ 2⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതവിടെ എഴുതിയത്. ഈ 1നെ 2⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതവിടെ എഴുതിയത്. പിന്നെ ഈ 1നെ 2⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഈ 1നെ 2⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്ത് കിട്ടുന്ന സാധനം 27 ആണ്. 27 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെസിമലാണ്. അതായത് 11011ന്റെ ഡെസിമലാണ്. അപ്പം ഇതുപോലെ ഉള്ള എക്സാമ്പിൾ നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യുന്നില്ല. അപ്പം ഇത് എത്ര വലിയ നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ഇത് തന്നെ ചെയ്യാം. ഇനി ഫ്രാക്ഷൻ ആണെങ്കിലോ, ഞാൻ ഫ്രാക്ഷൻ്റെ കേസ് മാത്രം ഒന്ന് ചെയ്യാം. ഫ്രാക്ഷൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഫ്രാക്ഷൻ്റെ ഇത് മാത്രം ഒന്ന് നോക്കാം. അതായത് ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ ബൈനറി ഫ്രാക്ഷനെ നമുക്ക് 2 ഡെസിമൽ അല്ലേ. ബൈനറി ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡെസിമൽ ആക്കാൻ എന്താ ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ബൈനറി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1011.00
11 to the base 2. ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടേണ്ടത് ഡെസിമൽ നമ്പറാണ് കിട്ടേണ്ടത്. ഒരു നമ്പർ അതിൻ്റെ ബേസ് 10 ആയിട്ടാണ് കിട്ടേണ്ടത്. ഇപ്പം എന്താ ചെയ്യുക? അത് നമുക്ക് ആദ്യം ഓരോ നമ്പറിൻ്റെ പവർ, ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. തൽക്കാലം ഞാൻ ഇവിടെ അങ്ങനെ എഴുതി വെക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഉണ്ട്. 1011.0011. ഇതിൻ്റെ പവർ എത്രയാണ്? ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് തൊട്ട് കാണുന്ന ലെഫ്റ്റിൻ്റെ ഉള്ള സാധനത്തിൻ്റെ പവർ 2⁻0 ആണ്. അതിന് മുമ്പുള്ള നമ്പറിൻ്റെ പവർ 2⁻1 ആണ്. കാരണം ഇത് ബൈനറി നമ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2⁻2 ആണ്. ഇത് ഡെസിമൽ നമ്പറാണെങ്കിൽ 10⁻0, 10⁻1 അങ്ങനെ ആയിരിക്കും. ഇത് 2⁻3 ആണ്. ഇത് ബൈനറി. ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള കാണുന്ന ആദ്യത്തെ നമ്പറിൻ്റെ പവർ 2⁻1 ആണ്. ഇതിൻ്റെ പവർ 2⁻2. ഇത് 2⁻3. ഇത് 2⁻4. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ 1 ഇവിടെ ഉള്ള 1ഉം 2⁻3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഈ ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? 1011.0011 ടു ദി ബേസ് 2 എന്ന് പറഞ്ഞാൽ 1 into 2⁻3 പ്ലസ് 0 into 2⁻2 പ്ലസ് 1 into 2⁻1 പ്ലസ് ഇവിടെയുള്ള ഈ രണ്ട് സാധനങ്ങൾ 1 into 2⁻1 പ്ലസ് 1 into 2⁻0. 1 into 2⁻0 പ്ലസ് 0 into 2⁻1 പ്ലസ് അല്ലേ, ഇവിടെ എഴുതിയിട്ടില്ലേ, 0 into 2⁻1 പ്ലസ് 0 into 2⁻2 പ്ലസ് 1 into 2⁻3 പ്ലസ് 1 into 2⁻4. എന്നിട്ട് ഇത് ആഡ് ചെയ്തിട്ട് എഴുതുക. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 into 2⁻3 എത്രയാണ്? 8 ആണ് അല്ലേ. 8 പ്ലസ് 0 എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെ കിട്ടും. പിന്നെ അല്ലേ, ഇത് 0 തന്നെ കിട്ടും. ഇത് 1 into 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ആണ്. 2 പ്ലസ് 1 into 2⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻0 1 ആണ്. 1 into 1 1 പ്ലസ് ഇവിടെയുള്ള ഈ 0 ഇത് 0 ആയി പോവും. അപ്പം അത് എഴുതണ്ട, ഇതും 0 ആയി പോവും. പിന്നെ ഈ സാധനം 1 into 2⁻3. 1 into 2⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 അല്ലേ. 2⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 2⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8. 1/8 എത്രയാണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 divided by 8 equal to 0.125 അല്ലേ. 0.125 പ്ലസ് 2⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇത് ഈ സാധനം ഇപ്പോൾ എഴുതിയത്. ഇപ്പോൾ ലാസ്റ്റ് 1 into 2⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻4 എന്ന് പറഞ്ഞാൽ 16. 2⁻4 എന്ന് പറഞ്ഞാൽ 1/16. 1/16 എത്രയാണെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1 divided by 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0625. അപ്പോൾ അതിവിടെ എഴുതാം. 0.0625. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 8 plus 2 10 plus 1 11 അല്ലേ. 11 പോയിന്റ് ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? പണി എഴുതി ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. 0.125ഉം 0.0625 ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു? 5 7 8 1 അല്ലേ. പോയിന്റ് ഉണ്ട്, ഡെസിമൽ പോയിന്റ് ഉണ്ട്. 0.1875. എന്താണ് ബേസ്? എന്താണ് ബേസ്? 10 ആണ്.
ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ബൈനറി ഫ്രാക്ഷനെ ഡെസിമൽ ആക്കുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അപ്പോൾ ഇങ്ങനെ ഏത് നമ്പറും ബൈനറി ഫ്രാക്ഷൻ നമ്പർ കിട്ടിയാലും ഫ്രാക്ഷൻ അല്ലാത്ത നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. പരീക്ഷയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള നമ്പർ ആയിരിക്കും തരുന്നത്. ഞാനിത് കുറച്ച് വലിയ നമ്പർ തന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള നമ്പറാണ് കിട്ടുക. അപ്പോൾ ഈ നമ്പറൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. 1 × 2⁻³ പ്ലസ് 0 × 2⁻², പ്ലസ് 1 × 2⁻1, പ്ലസ് 0 × 2⁻0. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. 1 × 2⁻³ 8 ആണ്, ഇത് 0 ആണ്, പിന്നെ ഇത് 2 ആണ് അല്ലേ. 1 × 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഈ സാധനം 0 ആണ്. അപ്പോൾ അതവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ എല്ലാം കൂടി ആഡ് ചെയ്യുക, അപ്പോൾ 10 കിട്ടി. അപ്പോൾ 1010 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബൈനറി 10 ആണ്. ബൈനറി ഡെസിമൽ 10 ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്നത് ഒക്ടൽ നമ്പറിനെ എങ്ങനെ ഡെസിമൽ ആക്കാമെന്നാണ് നോക്കുന്നത്. ഒക്ടൽ ഡെസിമൽ ആക്കണമെങ്കിലും ഇതേ കാര്യം തന്നെ ചെയ്യുക. നമ്മൾ കിട്ടുന്ന നമ്പറിനെ അതിൻ്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പം ഇത് കണ്ടില്ലേ, 157 കിട്ടി. 157 കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡെസിമൽ ആക്കണമെങ്കിൽ 157നെ എന്താണ് അതിൻ്റെ പവേഴ്സ് അതിൻ്റെ കൂടെ എഴുതുക. ഇപ്പം ഇത് ഒക്ടൽ നമ്പർ അല്ലേ. ഒക്ടൽ നമ്പർ ആകുമ്പോൾ അതിൻ്റെ പവേഴ്സ് 8⁻² ആയിരിക്കും. ഒക്ടലിൻ്റെ ബേസ് 8 ആണ്. അപ്പോൾ ഇത് ഡെസിമൽ പോയിന്റ് 157 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 157.0 അല്ലേ. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള നമ്പറാണ്. അപ്പോൾ അതിൻ്റെ പവർ എത്രയാണ്? 8⁻0 ആണ്. ഒക്ടൽ നമ്പർ ആയതുകൊണ്ട്. ഈ 5ൻ്റെ പവർ എത്രയാണ്? 8⁻1. ഈ 1ൻ്റെ പവർ 8⁻2. മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ 1 × 8⁻2 പ്ലസ് 5 × 8⁻1 പ്ലസ് 7 × 8⁻0. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സാധനം എന്താണോ അതാണ് അതിൻ്റെ ഡെസിമൽ 111. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏത് ഒക്ടൽ നമ്പർ കിട്ടിയാലും ചെയ്യുക. അപ്പോൾ ഇതാണ് 1005. അപ്പോൾ ഈ 1നെ 8⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 0നെ 8⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0 തന്നെ കിട്ടും അല്ലേ. ഈ 0നെ 8⁻1 കൊണ്ടും പിന്നെ ഈ 5നെ 8⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കിട്ടുന്ന നമ്പറാണ് അതിൻ്റെ ഡെസിമൽ. ഇപ്പം ഞാൻ വേറെ എഴുതുന്നില്ല. ഇനിയിപ്പം വേറെ എക്സസൈസ് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ഹെക്സാഡെസിമലിനെ നമ്മളെങ്ങനെ ഡെസിമലാക്കാം. അപ്പം അതിന് ഒരു ഹെക്സാഡെസിമൽ നമ്പർ കിട്ടി. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് എഴുതാം. ഹെക്സാഡെസിമലിനെ നമ്മൾ ഡെസിമലാക്കുന്നതാണ് ഇവിടെ നോക്കുന്നത്. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഇപ്പം നമ്മൾ ഒരു നമ്പർ കിട്ടുന്നു. A01. ഇതൊരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ഇതിനെ നമുക്ക് ഡെസിമലാക്കി മാറ്റണം. ആദ്യം നമുക്ക് ഈ നമ്പർ എഴുതുക. ഇപ്പോൾ A01 എന്ന് പറയുമ്പം 0 ടെക്സ്റ്റിനകത്തൊരു കള്ളി വരച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വരയ്ക്കണമെന്നൊന്നുമില്ല. പവർ കാണിക്കാൻ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളി വരച്ചിരിക്കുന്നത്. ഇത് ഹെക്സാഡെസിമൽ നമ്പറാണ്. ഞാൻ ബേസ് 10 എഴുതിപ്പോയി. 10 അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് 16 ആണ്. ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 ആണ്, 10 അല്ല. അപ്പം ഇത് ഈ 1ൻ്റെ പവർ എത്രയാണ്? 16⁻0 ആണ്. ഈ 0ൻ്റെ പവർ 16⁻1 ആണ്. ഈ A-ൻ്റെ പവർ 16⁻2 ആണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാത്രേ ഉള്ളൂ. ഇപ്പം എന്ത് കിട്ടും? A എന്ന് പറയുമ്പം A-നെ 16⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ഈക്വലൻ്റ് ഡെസിമൽ നമ്പർ എത്രയാണ്? 10 ആണ് അല്ലേ. 0 1 2 3 4 5 6 7 8 9 ABCDEF അങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് നമ്പർ ചെയ്യുന്നത്. അപ്പം A എന്ന് പറയുന്നത് 10ൻ്റെ ഈക്വലൻ്റ് ആണ്. 10നെ എന്ത് ചെയ്യണം? നമ്മൾക്ക് 16⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് പിന്നെ രണ്ടാമത്തെ നമ്പർ 0 ആണ്. 0നെ നമ്മൾ ഡിജിറ്റ്, രണ്ടാമത്തെ ഡിജിറ്റ് 0 ആണ്. അതിനെ നമ്മൾ 16⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ഡിജിറ്റ് 1 ആണ്. അതിനെ 16⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു?
10 into 16^2. 16^2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 ആണെന്ന് തോന്നുന്നു. ചെയ്ത് നോക്കാം. 16^2 എന്ന് പറഞ്ഞാൽ 16 into 16 അല്ലേ, 256 ആണ്. 256നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യുന്നു, 2560 കിട്ടും. പ്ലസ് 0നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0. പിന്നെ 1നെ 16^0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 16^0 1 തന്നെയാണ്. അപ്പോൾ 1 തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2561 ടു ദി ബേസ് 10 ആണ് അല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡെസിമൽ നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. AB ടു ദി ബേസ് 16. അപ്പം എന്താ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 10നെ 16^1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ബിന്റെ ഈക്വലന്റ് എന്താണ്, 11 ആണ്. അപ്പം 11നെ 16^0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടുന്ന സാധനം എന്താണോ അതാണ് അതിന്റെ ഡെസിമൽ ഈക്വലന്റ്. ഇനി വളരെ എളുപ്പമുള്ള കുറച്ച് കൺവേർഷനാണ്. ഒക്ടൽ നമ്പറിനെ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് 437 ടു ദി ബേസ് 8 ആണ്. ഒക്ടലിനെ നമുക്കിവിടെ കൺവേർട്ട് ചെയ്യേണ്ടത് ബൈനറി ആയിട്ടാണ്. ഒക്ടൽ ടു ബൈനറി. ഒക്ടൽ ടു ബൈനറി. അപ്പൊ നമുക്ക് ഒരു നമ്പർ കിട്ടി. ഇപ്പം 456. ഇതൊരു ഒക്ടൽ നമ്പർ. ഇതിനെ നമ്മൾ ഡെസിമൽ ആക്കുന്നതിന്റെ ബുദ്ധിമുട്ടോ ഒന്നും ബൈനറി ആക്കുമ്പോൾ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്ടൽ നമ്പറിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒക്ടലിന്റെ ഓരോ ഒക്ടൽ ഡിജിറ്റിന്റെ ഈക്വലന്റ് ബൈനറി നിങ്ങൾ സൈഡിൽ എന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ സൈഡിൽ എഴുതി വെക്കുക. ഇപ്പൊ 0ന്റെ ഒക്ടൽ നമ്പർ 0ന്റെ ബൈനറി എന്താണ്, 3 ഡിജിറ്റിൽ എഴുതുക. 0 തന്നെയാണ്. ഒക്ടൽ ഡിജിറ്റ് 1ന്റെ ബൈനറി 001. ഒക്ടൽ ഡിജിറ്റ് 2ന്റെ ബൈനറി 010. ഒക്ടൽ ഡിജിറ്റ് 3ന്റെ 011. 4ന്റെ 100. 5ന്റെ 101. 6ന്റെ 110. 7ന്റെ 111. അപ്പോൾ ഒക്ടൽ ഡിജിറ്റ്സ് 0 തൊട്ട് 7 വരെ ഉള്ളൂ. 8 ഒന്നും ഒക്ടൽ ഡിജിറ്റ് അല്ല അല്ലേ. നമ്മൾ പഠിച്ചായിരുന്നു ഒക്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ ബേസ് 8 ആണ്. അതിന്റെ ഡിജിറ്റ്സ് 0 മുതൽ 7 വരെ ഉള്ളൂ. ഹെക്സാഡെസിമൽ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 16 ആണ്. 0 മുതൽ 15 വരെയുള്ള, 15 എന്ന് പറയുമ്പോൾ ABCDEF, 0 മുതൽ 9 ABCDEF വരെയാണ് അതിന്റെ ഡിജിറ്റ്സ്. അപ്പൊ അതിവിടെ എഴുതുക. ഇപ്പൊ എന്തുകൊണ്ടാണ് 3 ഡിജിറ്റ്സിൽ എഴുതിയത് ബൈനറി? കാരണം 2^3 അല്ലെ. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2^3 ആണ്. അപ്പൊ അതുകൊണ്ടാണ് 3 ഡിജിറ്റിൽ എഴുതുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന്റെ നേരെ കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ മതി. 4ന്റെ എന്താണ്, 4ന്റേത് ഇവിടെ ഉണ്ട് അല്ലേ, 100. 5ന്റെ എന്താണ്, 101. 6ന്റേത് 110. ബേസ് 2 ഇടുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള കൺവേർഷനാണ് ഒരു ഒക്ടൽ നമ്പർ ബൈനറി നമ്പർ ആക്കുന്നത്. അടുത്തത് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ബേസ് അല്ലേ. അപ്പൊ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 16 2^4 ആണ്. 16 എന്ന് പറഞ്ഞാൽ 2^4. അപ്പോൾ നമ്മൾ ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമൽ ആക്കുമ്പം അതിലുള്ള 4 ഡിജിറ്റ്സ് വെച്ചിട്ടുള്ളതിന്റെ ഹെക്സാഡെസിമൽ ഈക്വലന്റ് എഴുതുക. അപ്പം അതെങ്ങനെ എഴുതുക? അത് എഴുതാൻ ഇപ്പോൾ 0 മുതൽ എത്ര ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ആണ് ഉള്ളത്? 1 2 3 4 5
6 7 8 9 9 കഴിഞ്ഞാൽ 11 10 ഡിജിറ്റ്സ് ആണ്. ഡിജിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എന്താ ഒരു ഡിജിറ്റ് നമ്പറാണ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം 10 അല്ല, A B C D E F ഇതിൻ്റെയൊക്കെ ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി എഴുതുക. അപ്പോൾ ഇത് ഹെക്സാഡെസിമലാണ്. അപ്പോൾ ഇതിൻ്റെ ബൈനറി ഈക്വലൻ്റ് എഴുതുക. അപ്പോൾ എന്താണ് ബൈനറി ഈക്വലൻ്റ്? എത്ര ഡിജിറ്റ്സ് എഴുതുന്നത്? 4 ഡിജിറ്റിൽ 0 0. അപ്പം അങ്ങനെ എഴുതുക. അത് എഴുതിയത് ഞാൻ ടെക്സ്റ്റ് ഉള്ളത് കാണിക്കുക, എഴുതാനുള്ള സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എഴുതുക, ഹെക്സാഡെസിമലും അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് എഴുതുക. എന്നിട്ട് നമുക്കൊരു നമ്പർ കിട്ടുക. നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ AB to the base 60 എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ നമ്പർ കിട്ടി. അതിനെ ബൈനറി ആക്കാൻ ആദ്യം നമ്മൾ A എഴുതുക. Aൻ്റെ ബൈനറി എഴുതുക. Aൻ്റെ ബൈനറി എന്താണ്? 1010. അപ്പോൾ 1010 എഴുതുക. പിന്നെ Bൻ്റെ ബൈനറി എത്രയാണ്? Bൻ്റെ ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1011 101. ഇത് രണ്ടും ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ABയുടെ ബൈനറി കിട്ടും. ഇത് ഏത് നമ്പറിൻ്റെ ബൈനറി എങ്ങനെ കിട്ടും? അപ്പോൾ വളരെ എളുപ്പമാണ്. ഹെക്സാഡെസിമൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ബൈനറി ആക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഒരു ചെറിയൊരു ഇത് എഴുതാം. അപ്പോൾ 1065 ഇങ്ങനെ ഹെക്സാഡെസിമൽ നമ്പർ വരാം. ഹെക്സാഡെസിമൽ നമ്പറിലൊക്കെ ABCDEF ഉണ്ടാവണമെന്നില്ല. ബേസ് 16 ആണെങ്കിൽ ആ നമ്പർ എന്താ ഹെക്സാഡെസിമൽ നമ്പറാണ്. അപ്പോൾ ആദ്യം 1ൻ്റെ ബൈനറി എത്രയാണ്? 1ൻ്റെ ബൈനറി 0001. ഇവിടെ രണ്ടാമത്തെ 1ൻ്റെ 0001. പിന്നെ 6ൻ്റെ ബൈനറി പൂജ്യത്തിൻ്റെ ബൈനറി ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 4 പൂജ്യങ്ങൾ. പിന്നെ 6ൻ്റെ ബൈനറി എത്രയാണ്? 6ൻ്റെ ബൈനറി നമുക്ക് വേണം. അപ്പോൾ അത് വേണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയേക്കാം. 0010, 3ൻ്റെ 0011, 4ൻ്റെ 0100, 5ൻ്റെ 0101, 6ൻ്റെ 0110, 7ൻ്റെ 0111 അല്ലേ? അപ്പോൾ 6ൻ്റെ എന്താണ്? 6ൻ്റെ 0110. പിന്നെ 5ൻ്റെ എന്താണ്? 0101. അപ്പോൾ ഇതാണ് ഈ നമ്പറിൻ്റെ, ഈ ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അത് എഴുതാൻ വളരെ എളുപ്പമാണ്. ഹെക്സാഡെസിമലോ ഒക്ടലോ ബൈനറി ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെത്തേഡ് സെയിം ആണ്, മെത്തേഡ് സിമിലർ ആണ്. അതായത് ഒന്നിൽ എന്താ ഹെക്സാഡെസിമൽ ഒക്ടൽ നമ്പർ ആണെങ്കിൽ ആ ഒക്ടൽ നമ്പറിൻ്റെ 3 ഡിജിറ്റിൽ ബൈനറി എഴുതുക. പിന്നെ നേരെ ഓരോ ഡിജിറ്റും നേരെ കൺവേർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ മതി. ടെക്സ്റ്റിനകത്ത് ഇല്ലേ ഹെക്സാഡെസിമൽ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഹെക്സാഡെസിമൽ ടു ദ ബൈനറി ആണെങ്കിൽ ആ 3 ഡിജിറ്റ്സിൽ ഓരോ ഒക്ടൽ ഡിജിറ്റും അതിൻ്റെ ഒക്ടൽ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഒക്ടൽ ഡിജിറ്റ് എഴുതുക, അതിൻ്റെ ഈക്വലൻ്റ് ബൈനറി എഴുതുക. പിന്നെ നേരെ 437 to the base 8 ആണെങ്കിൽ 4ൻ്റെ നോക്കിയിട്ട് 4ൻ്റേത് 100 എഴുതി, 3ൻ്റേത് 011 എഴുതി, പിന്നെ 7ൻ്റേത് 111 എഴുതി. അപ്പോൾ ഇത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 437ൻ്റെ ബൈനറി കിട്ടും. ഓക്കെ, അത് ഇതുപോലെ തന്നെയാണ് ഹെക്സാഡെസിമൽ നമ്പർ ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ ചെയ്യുമ്പോൾ AB കിട്ടിക്കഴിഞ്ഞാൽ Aൻ്റെ അല്ല ഇവിടെ താഴത്തെ എഴുതാം. താഴത്തെ എക്സാമ്പിൾ 2F15. അപ്പോൾ 2ൻ്റെ എന്താണ്? 0010 അല്ലേ? 2ൻ്റെ ഇവിടെ 0010. Fൻ്റെ എന്താണ്? Fൻ്റെ 1111. 1ൻ്റെ 0001. 5ൻ്റെ എന്താണ്? ഇവിടെ നോക്കാം 0101. ഇത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഈ നമ്പറിൻ്റെ ബൈനറി ഈക്വലൻ്റ് കിട്ടും. ഇനി ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒക്ടലാക്കി കൺവേർട്ട് ചെയ്യാം. നേരെ തിരിച്ച് നമുക്ക് ഇങ്ങനൊരു നമ്പർ കിട്ടി, ഒരു ബൈനറി കിട്ടി, അതിനെ ഒക്ടലാക്കണം. ഒക്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ബൈനറി ആക്കുകയാണെങ്കിൽ നമുക്ക് ഒക്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ബൈനറി ആക്കണമെങ്കിൽ അത് 4 വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ 4 വെച്ച് ചുരുക്കിയാൽ മതി. ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ ഈ 4 എന്താ, ഇപ്പോൾ ഇവിടെ നമ്പർ കിട്ടി നമുക്ക്, ഈ നമ്പറാണ് നമുക്ക് കിട്ടിയത്.
1011001111. ഇതൊരു ഡെസിമൽ, ഒരു ബൈനറി നമ്പറാണ്, ഡെസിമൽ അല്ല ബൈനറി നമ്പറാണ്. അതിന്റെ ഒക്ടൽ എങ്ങനെ എഴുതുന്നു? ഈ വലതുവശത്തുനിന്ന് ഗ്രൂപ്പ് ചെയ്യുക, ഈ സൈഡിൽ നിന്ന് ഗ്രൂപ്പിംഗ് തുടങ്ങുക. ഈ 011 അല്ല 3 ഗ്രൂപ്പ് ചെയ്യണം. ഒക്ടൽ ആകുമ്പോൾ 2/3 അല്ലേ? ഒക്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഈ 3 1ന്റെ ഈക്വലന്റ് ബൈനറി എത്ര, ഒക്ടൽ എത്രയാണ്? 7 ആണ്. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനത് ഇതിനകത്ത് കാണിക്കാം. ഇതല്ലേ? ഇപ്പൊ ഇവിടെ നമുക്കിവിടെ എന്താ വേണ്ടത്? നമുക്ക് ഇത് 3 വെച്ച് എഴുതാം. 3 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 3 ആക്കണം കേട്ടോ. 111. പിന്നെ അടുത്ത 3 100, അതവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ 101. ഇത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 111ന്റെ ഒക്ടൽ എത്രയാണ്? ഇവിടെ നോക്കുക. 11ന്റെ 7 ആണ് അല്ലേ? ഇവിടെ 7 ആണ്. അപ്പൊ നമ്മള് ഇവിടെ 7 എഴുതാം. ഇവിടെ 7 എഴുതി. പിന്നെ 100ന്റെ എന്താണ്? 100ന്റെ ഇവിടെ നോക്കുക, ഈ സാധനമാണ് 4 ആണ്. അപ്പോ ഇവിടെ 4 എഴുതുക. പിന്നെ 101, അപ്പൊ ഒന്നുകൂടി നോക്കാം. 101ന്റേത് 5 ആണ്. അപ്പോ ഇവിടെ നമ്മൾ 5 എഴുതുക. 547 ടു ദി ബേസ് 8. അതാണ് ഈ ബൈനറി നമ്പറിന്റെ ഒക്ടൽ. അപ്പൊ ഇങ്ങനെ ഏത് നമ്പർ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറെ നമ്പർ തരാം. ഇപ്പൊ ചില നമ്പർ നമ്മളിപ്പോ ചെയ്യുന്നത് ബൈനറിനെ ഒക്ടലാക്കുന്നതാണ്. ബൈനറി ടു ഒക്ടൽ. 101 അപ്പൊ ഇതിനെ നമുക്ക് ഒരു ബൈനറി നമ്പറാണ്. ബൈനറി ആവണമെങ്കിൽ അത് 10 മാത്രമായ പോരാ, ബേസ് 2 എന്ന് എഴുതിയിരിക്കണം, എന്നാലേ അത് ബൈനറി ആവുന്നുള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ 3, ഇവിടെ 3 അല്ലേ? പിന്നെ 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 0 നേരത്തെ എഴുതാം. ഞാനിത് ഈ എഴുതിയ സംഭവം ഞാൻ ഒന്നും കൂടി എഴുതിയിട്ട് ഇതേ നമ്പർ നമുക്ക് ഇവിടെ എഴുതാം. 1, ഞാൻ റൈറ്റിൽ നിന്ന് എഴുതുന്നത് 110 ഇതാണ് നമ്പർ. ഈ 3 ഗ്രൂപ്പ് ചെയ്തു. ഈ 3 ഗ്രൂപ്പ് ചെയ്തു. പിന്നെ ഇവിടെ 3 വേണ്ടേ ഗ്രൂപ്പ് ചെയ്യാൻ? അപ്പോൾ 2 0 കൂടി ഇടുക. അപ്പൊ 3 ആയി. ഇനി 011ന്റെ എന്താണ്? 3 ആണ്. ഇതും 3 തന്നെയാണ്. 001 1 ആണ്. അപ്പൊ ഇതിന്റെ ഒക്ടൽ എത്രയാണ്? 133 ടു ദി ബേസ് 8 ആണ് ഇതിന്റെ ഒക്ടൽ ഈക്വലന്റ്. അപ്പൊ ഇങ്ങനെയാണ് ബൈനറിനെ ഒക്ടലാക്കുക. ബൈനറിനെ ഡെസിമൽ ആക്കുക ബുദ്ധിമുട്ടാണ്. ഈ നമ്പറിനെ ഓരോന്നിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2:0, 2:1, 2:2. ഇപ്പം ബൈനറിനെ ഡെസിമൽ ആക്കുന്നതിനെക്കാട്ടിലും എളുപ്പം ബൈനറിനെ ഒക്ടലാക്കുകയും ഒക്ടലിനെ ബൈനറി ആക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, തെറ്റിക്കാൻ സാധ്യത കുറവായതുകൊണ്ട് തന്നെ. ഇനി അടുത്തത് നമുക്ക് അപ്പം ബൈനറിനെ ഒക്ടലാക്കുന്നത് കണ്ടു. ഇനി ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കുന്നത്. അപ്പൊ ഇതും വളരെ എളുപ്പമാണ്. ഇതിനെ ഹെക്സാഡെസിമൽ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. ബൈനറിനെ ഒക്ടലാക്കാൻ 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കാൻ 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ ഈ 4 എടുക്കുക, പിന്നെ ഈ 4 എടുക്കുക, പിന്നെ ഈ 4 എടുക്കുക. അത്രയും ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ ഇത് എഴുതിയാൽ മതി. കണ്ടില്ലേ, ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അവസാനത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് ഗ്രൂപ്പിംഗ് തുടങ്ങണം കേട്ടോ. ഇവിടുന്ന് 0, ഇപ്പം ഇത് ഗ്രൂപ്പ് ചെയ്തു, ഇത് ഗ്രൂപ്പ് ചെയ്തു, പിന്നെ ഇതും ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് 1010ന്റെ എന്താണ്? 1010ന്റെ ഇവിടെ നോക്കുക. 1010ന്റെ ടെക്സ്റ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈഡിൽ എഴുതുക. അത് ഈ സാധനങ്ങളൊന്നും നമുക്ക് ടെക്സ്റ്റ് നമുക്ക് പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ 1010 എഴുതുക. അപ്പോ
ഇവിടെ കണ്ടില്ലേ, ഇത് 1010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. 0011 3 ആണ്. പിന്നെ 1011 ബി ആണ്. അപ്പോൾ അത് ആ ടേബിൾ നോക്കിയാൽ മതി. B3A എന്ന് എഴുതുക. B3A to the base 16 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമൽ ആക്കാം. അപ്പം അങ്ങനെ ഏത് നമ്പറിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ഹെക്സാഡെസിമൽ ആക്കാം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. എന്നിട്ട് ഇവിടെ ഒരു നമ്പർ ഞാൻ തരുന്നു. ഇപ്പം ഇത് ഹെക്സാഡെസിമൽ ടു ബൈനറി ആണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബൈനറി ടു ഹെക്സാഡെസിമൽ ആണ്. നമ്പർ തന്നു, ബൈനറി നമ്പർ 101101. ഇത് ബേസ് 2 ആണ്. ഇതിനെ ഹെക്സാഡെസിമൽ ആക്കാൻ എന്താ ചെയ്യുക? ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പർ ഞാൻ ഒന്നും കൂടി ഇവിടെ പകർത്തി എഴുതുന്നു. ഇത് 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ 0 1, പക്ഷെ പിന്നെ നമ്പേഴ്സ് ഇങ്ങോട്ടില്ല. അപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് എത്ര 0 കൂട്ടിക്കഴിഞ്ഞാലും നമ്പർ മാറുന്നില്ല. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ 2 0 ഇടുന്നത്. ഇങ്ങനെ എഴുതുന്നു. 1101 എന്താണ്? ഇവിടെ എഴുതി നോക്കാം. ഇത് 1000, ഇത് 1001. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ടത്. ഇതിങ്ങനെ നമ്പർ നമുക്ക് ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റ്സിൻ്റെയും ബൈനറി ഈക്വലിനെ നമുക്കിങ്ങനെ എഴുതി നോക്കാവുന്നതേ ഉള്ളൂ. ഇത് എഴുതുക. എന്നിട്ട് ജസ്റ്റ് എഴുതുക. ഇവിടെ 0010 എന്താണ്? 002 ആണ്. 0010 2 ആണ്. 1101 എന്താണ്? 1101 ഡി ആണ്. അപ്പോൾ 2D എന്നുള്ളതാണ് ഈ ബൈനറിയുടെ ഹെക്സാഡെസിമൽ ഈക്വലന്റ്. അപ്പം ഇങ്ങനെ ഏത് നമ്പറും നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഒരു നമ്പർ ഒക്ടൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഹെക്സാഡെസിമൽ ആക്കും. അപ്പോൾ ഇതോടെ കൺവേർഷനൊക്കെ ഒരുമാതിരി കഴിയാറായി. ഒക്ടൽ നമ്പർ കിട്ടുന്നു, അതിനെ ഹെക്സാഡെസിമൽ ആക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു നമ്പർ ഇവിടെ കിട്ടി. ഞാൻ ഇവിടെ എഴുതാം നമ്പർ. അടുത്ത പേജ് എടുക്കാം. ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കും. 456 എന്ന് പറഞ്ഞ നമ്പർ, 456 എന്ന് പറഞ്ഞ ഒക്ടൽ നമ്പർ കിട്ടി. അതിനെ നമുക്ക് ഹെക്സാഡെസിമൽ ആക്കാനാണ് ചോദ്യം. ബേസ് 16 ആക്കിയിട്ടുള്ള നമ്പർ എഴുതണം. അപ്പം അതിന് നമ്മളെന്താ ചെയ്യുക? നേരത്തെ പേജ് ഒന്ന് നോക്കാം. 456 അപ്പോൾ നമ്മൾ ഒന്നാമത് നേരിട്ട് ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യുക? ഒരു വളഞ്ഞ വഴി നോക്കുന്നു. ആൻസറിൻ്റെ സ്ഥലത്ത് സ്റ്റെപ്പായിട്ട് എഴുതുക. 456 ഇത് ആൻസറാണ്. ടു ദി ബേസ് 8. അപ്പം 4ൻ്റെ ഒക്ടൽ നമ്പർ 4ൻ്റെ ബൈനറി എത്രയാണ്? ഇവിടെ നോക്കാം. നമ്പറിൻ്റെ ബൈനറി 4ൻ്റെ 100 അല്ലേ? അപ്പോൾ 100. 5ൻ്റെ എന്താണ്? 5ൻ്റെ 101 ആയിരിക്കും. 4ൻ്റെ 100 ആണെങ്കിൽ 5ൻ്റെ 101 ആയിരിക്കും. 6ൻ്റെ ഈക്വലന്റ് എന്താണ്? 6ൻ്റെ ഈക്വലന്റ് നോക്കാം. ഇവിടെ 6ൻ്റേത് 110 അല്ലേ? അപ്പോൾ 110 എഴുതുക. എന്നിട്ട് ഇത് ബേസ് 2 ആണ്, ബേസ് 16 അല്ല. ബേസ് 16 ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഒരു ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒക്ടൽ നമ്പറിനെ മാറ്റി നമ്മൾ ബൈനറി ആക്കി. ഒക്ടലിനെ ഡയറക്റ്റ് ഹെക്സാഡെസിമൽ ആക്കാൻ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബൈനറി ആക്കി. എന്നിട്ട് ഈ ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമൽ ആക്കിയാൽ മതി. ഹെക്സാഡെസിമൽ ആക്കണമെങ്കിൽ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം അല്ലേ? 4. പിന്നെ ഇവിടെ ഈ 1 ഇപ്പുറത്ത് 3 0 ഇടാം.
അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി എഴുതാം അവിടെ 0 0 0 1 0 0 1 0 പിന്നെ 1 1 1 0 ഞാൻ ഗ്രൂപ്പ് ചെയ്ത് തന്നെ എഴുതിയിരിക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ ഹെക്സാഡെസിമലാക്കാം. 0 0 0 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 0 1 0 എന്താണ് 2 ആണ്. 1 എന്താണ് 1 ഇതിന് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ എഴുതിയെന്ന് തോന്നുന്നു. 1 എന്ന് പറഞ്ഞാൽ ഇ ആണ്. അപ്പോൾ ഇവിടെ ഇ 1 to E 1 to E to the base 16 ആണ്. ഈ 456 to the base 8ന്റെ ഹെക്സാഡെസിമൽ. ഇങ്ങനെ നമുക്ക് ഒക്ടൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് അതിനെ നമുക്ക് ഹെക്സാഡെസിമലാക്കി മാറ്റാൻ ബൈനറിയിലായിട്ട് താൽക്കാലികമായിട്ട് മാറ്റിയിട്ട് ബൈനറിനെ നമുക്ക് ഹെക്സാഡെസിമലാക്കാം. കാരണം ബൈനറിനെ നമ്മൾ ഒക്ടലാക്കാനും ഹെക്സാഡെസിമലാക്കാനും നേരെ തിരിച്ച് നമുക്കറിയാം. അപ്പോൾ അതുപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ച് കിട്ടിയാലോ? ഇപ്പോൾ 2 5 6 to the base 16 അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഒക്ടലാക്കുക? ഒക്ടലാക്കാൻ ഒരു പ്രയാസമില്ല, ബൈനറി ആക്കി മാറ്റുക, എന്നിട്ട് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുക. 0 0 1 0 ആണ് 2ൻ്റേത്. 5ൻ്റെ എന്താണ്? 5ൻ്റേത് 0 0 5ൻ്റേത് 0 1 0 1 ആണ്. 0 1 0 1. 6ൻ്റെ ഇത് 0 1 1 0 ആണ്. ഇങ്ങനെ എഴുതുക. ഇത് ബൈനറിയാണ്. ഇത് പ്രയാസമൊന്നുമില്ല. ഇവിടെ സൈഡിൽ എഴുതിയാൽ മതി. ഏത് നമ്പറിൻ്റെയും ഇപ്പോൾ ഇത് ഹെക്സാഡെസിമൽ നമ്പർ ആണെങ്കിൽ നമ്മളിവിടെ 0 എന്നിട്ട് 0ൻ്റെ ബൈനറി എഴുതുക. 1 എഴുതിയിട്ട് 1ൻ്റെ ബൈനറി എഴുതുക. 2 എഴുതിയിട്ട് 2ൻ്റെ ബൈനറി എഴുതുക. അപ്പം അങ്ങനെ എഫ് വരെയുള്ള നമ്പേഴ്സിൻ്റെ ബൈനറി എഴുതുക. എന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഒക്ടലാക്കണമല്ലോ. ഒക്ടലാക്കണമെങ്കിൽ പിന്നെ 3 ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 3 ഇത് 3 ഇത് 3 ഇത് 3 അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ 0 0 0 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 ഇവിടെ അത് തന്നെ 0 0 0 1 ആണ്. അപ്പോൾ അത് 1 തന്നെ. 0 1 0 2 ആണ്. 1 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 ആണ്. to the base 8. അപ്പോൾ ഇതാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം നമുക്ക്. ഒക്ടൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഹെക്സാഡെസിമലാക്കാം. ഹെക്സാഡെസിമൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒക്ടലും ആക്കാം. അപ്പോൾ അതാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്ന ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ നമ്മൾ കണ്ടു. ഹെക്സാഡെസിമൽ ടു ബൈനറി ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. എന്നിട്ട് ബൈനറീനെ കിട്ടിക്കഴിഞ്ഞാൽ ഹെക്സാഡെസിമലും കണ്ടു. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കണ്ടു. പിന്നെ ഹെക്സാഡെസിമൽ ടു ഒക്ടൽ ഇത് രണ്ടും ഒരുമിച്ച് നമ്മളിപ്പോൾ കണ്ടായിരുന്നു. ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ A2D എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. അപ്പോൾ ആദ്യം എയുടെ ബൈനറി എഴുതുക, 2ൻ്റെ ബൈനറി എഴുതുക, ഡിൻ്റെ ബൈനറി എഴുതുക. പിന്നെ ഈ നമ്പറിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. 3 വെച്ച് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടലാക്കാം. പിന്നെ ഈ 3 വെച്ച് പിന്നെ അതുപോലെ ഓരോ നമ്പറിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് 3 വെച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ തിരിച്ച് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഹെക്സാഡെസിമൽ കിട്ടിയാൽ ഒക്ടലിലോട്ട് പോകാം. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്യുന്നതാണ്. ഡെസിമൽ കിട്ടിക്കഴിഞ്ഞാൽ ബൈനറി ആവണമെങ്കിൽ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ആൻഡ് ഗ്രൂപ്പിംഗ് ദി റിമൈൻഡേഴ്സ്. ഇപ്പോൾ നമ്മളെല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനറി അഡീഷൻ ആണ്. ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ ആഡ് ചെയ്യുന്നു. 2 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെസിമൽ നമ്പർ ആഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു, നമുക്കറിയാം. ഡെസിമൽ നമ്പർ ആണ് നിങ്ങൾ സ്കൂൾ തൊട്ടെല്ലാം പഠിച്ചത്. അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചത് ഡെസിമൽ നമ്പേഴ്സിലാണ്. ബൈനറി നമ്പേഴ്സ് കിട്ടിയാലും ഇതെല്ലാം ചെയ്യാൻ പറ്റണം. കാരണം കമ്പ്യൂട്ടറിൽ സംബന്ധിച്ചിടത്തോളം ബൈനറി നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ 2 നമ്പർ കിട്ടി, അതിന് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു? അപ്പം ഈ 2 നമ്പർ കിട്ടി. അപ്പം ഞാനിവിടെ ബൈനറി അഡീഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതാം. ബൈനറി അഡീഷൻ.
1011 പ്ലസ് 1001 രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ 1 + 1 എന്താണ്? 2 ആണ് ഡെസിമലിൽ. പക്ഷേ നമ്മുടെ ബൈനറി നമ്പറിനെ സംബന്ധിച്ചിടത്തോളം 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. കാരണം എന്താ നോക്കാം, ഞാൻ എഴുതി തരാം. ബൈനറി നമ്പർ എങ്ങനെ പോകുന്നത്? 0, 1, 2ന് 1, 0 ആണ്, 3ന് 1, 1 ആണ്, 4ന് 1, 0, 0 ആണ്, 5ന് 1, 0, 1 ആണ്. അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് നമ്പർ സിസ്റ്റം ആണെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ ഏത് നമ്പറിൻ്റെ കൂടെയും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്പർ 10 ആണ് അല്ലേ? അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ അത് നമ്മൾ 1 ക്യാരിയിൽ എഴുതുന്നു, പിന്നെ 0 ഇവിടെ എഴുതുന്നു, 10. 1 + 1 + 0 എന്താണ്? 10. നമ്മളിപ്പോൾ കണ്ടായിരുന്നു 10. അപ്പം 1 ഇവിടെ ക്യാരിയിൽ എഴുതുന്നു, 0 ഇവിടെ എഴുതുന്നു. 1 + 0 + 0 1 തന്നെ. 1ൻ്റെ കൂടെ 0 എത്ര വട്ടം ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ നമ്പർ കിട്ടും, ഏത് നമ്പർ സിസ്റ്റത്തിലാണെങ്കിലും. 1 + 1 എന്താണ്? 1 + 1 10. അപ്പോൾ 1 ഇവിടെ ക്യാരി എഴുതാനില്ല, അപ്പോൾ ഇവിടെ എഴുതുന്നു 10. അപ്പോൾ ഇതാണ് നമ്പർ ആഡ് ചെയ്യുന്നത്. നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഡെസിമൽ നമ്പർ പോലെ തന്നെ. പക്ഷേ ഡെസിമൽ നമ്പർ പോലെ നമ്മൾ 1 + 1 ചെയ്യുമ്പോൾ 2 എഴുതാൻ പറ്റില്ല. 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. കാരണം ബൈനറി നമ്പറിൽ 0ഉം 1ഉം മാത്രമേ ഡിജിറ്റ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ 0, 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 1, 0 ആണ് അല്ലേ? നമ്മുടെ ഡെസിമലിലാണെങ്കിൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞാലാണ് 10 എഴുതുന്നത്. പക്ഷേ ഒക്ടലാവുകയാണെങ്കിൽ 0 മുതൽ 7 വരെ കഴിഞ്ഞാൽ 10 എഴുതണം. കാരണം 0, 7 കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റ്സ് ഇല്ല, പിന്നെ എഴുതാൻ ഡിജിറ്റ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് 10 എന്ന് പറയുന്ന പോലെ ഡെസിമലിൽ 99 എഴുതി കഴിഞ്ഞാൽ 100 എഴുതണം. കാരണം 99 കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു നമ്പർ എഴുതാൻ 2 ഡിജിറ്റ്സിൽ പറ്റില്ല. അപ്പോൾ 100 എഴുതുന്നു. അതുപോലെ തന്നെ ഒക്ടലിലാണെങ്കിൽ 77 എന്ന് പറഞ്ഞ നമ്പർ എഴുതി കഴിഞ്ഞാൽ 2 ഡിജിറ്റിലുള്ള ഏറ്റവും വലിയ നമ്പറായി. പിന്നെ നമുക്ക് 100 എഴുതണം. ബൈനറി ആണെങ്കിലോ 0, 1 കഴിഞ്ഞാൽ 10 എഴുതണം. 1, 1 കഴിഞ്ഞാലോ 1 കഴിഞ്ഞാൽ 100 എഴുതണം. കാരണം 1 ആണ് ഏറ്റവും ഹയസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഇതുപോലെ ഏത് നമ്പർ നമുക്ക് തന്നാലും ആഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 1110 പ്ലസ് 1011 എന്ത് ചെയ്യും? 0 + 1 1, 1 + 1 1, 0, 1 + 1 + 0 1, 0 തന്നെ, 1, 0. 1 + 1 + 1 അതൊരു ചോദ്യമാണ്. 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 0. 1, 0 + 1 എന്താണ്? 1, 1 ആണ്. അപ്പോൾ 1, 1 അങ്ങനെ തന്നെ എഴുതണം അല്ലേ? 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1, 1 ആണ്. കാരണം എന്താണ്? 1 + 1 ചെയ്യുമ്പോൾ 10 കിട്ടും. 10 + 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 11 കിട്ടണം. കാരണം 10ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ അടുത്ത നമ്പറാണ് കിട്ടുക. അടുത്ത നമ്പർ 11 ആണ്. അപ്പം അതാണ് ഇവിടെ തന്നിട്ടുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുള്ളത്.